മൂന്നാം തരംഗമെന്ന് വ്യക്തമാക്കും വിധം രാജ്യത്ത് കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്നു. രോഗബാധിതരുടെ പ്രതിദിന എണ്ണം 58,097 ഒറ്റ ദിവസം കൊണ്ട് കേസുകളുടെ എണ്ണത്തിൽ 56% വർധനവാണ് രേഖപ്പെടുത്തിയത്. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗത്തിന്റെ തുടക്കമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നത്. രോഗബാധിതരുടെ പ്രതിദിന എണ്ണം 58,097 പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 4.18% ഉയർന്നു. 534 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 4,82,551 നിലവിൽ രാജ്യത്ത് 2,14,004 ആക്റ്റീവ് കേസുകളുണ്ട്. മഹാരാഷ്ട്രയിൽ 18,466 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 10,860 രോഗികളും മുംബൈയിലാണ്. കോവിഡ് വ്യാപനം ഇപ്പോഴുള്ള രീതിയെ തുടർന്നാൽ മുംബൈയിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മേയർ കിഷോരി പട്നേക്കർ പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ 9,073 ഡൽഹിയിൽ 5,481 ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം. ബീഹാർ ഉപമുഖ്യമന്ത്രി രേണുദേവിക്കും മന്ത്രി സുനിൽകുമാറിനും കോവിഡ് സ്ഥിരീകരിച്ചു. ഒമിക്രോൺ രോഗികളുടെ എണ്ണം 2,135 ഉയർന്നു. 24 സംസ്ഥാനങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചു. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾ നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ചു. ഡൽഹി, കർണാടകം സംസ്ഥാനങ്ങളിൽ വാരാന്ത്യ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. दिल्ली में 5,481 पॉजिटिव केसेस आए थे. पॉजिटिविटी रेट था 8.37 पॉजिटिविटी रेट था और कल 3 डेथ हुई थी. एक्टिव जो केसेस हैं दिल्ली में कल थे 14,889, 14,889. मैं आपके माध्यम से फिर से एक बार बताना चाहूँगा सभी को कि कोरोना दिल्ली में भी पूरे देश में भी ओमिक्रॉन के आने के बाद से काफ़ी तेजी से फैल रहा है. അതേസമയം ഇൻട്രാനാസൽ കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസായി നൽകുന്നതിന് മൂന്നാം ഘട്ട പഠനം നടത്താൻ ഭാരത് ബയോടെക്കിന് DCGIയുടെ സബ്ജക്ട് എക്സ്പെർട്ട് കമ്മിറ്റി പ്രാഥമിക അനുമതി നൽകി. ന്യൂസ് 18 ഡൽഹി. തമിഴ്നാട്ടിൽ നാളെ മുതൽ കർശന നിയന്ത്രണം. രാവിലെ 10 മുതൽ പുലർച്ചെ 5 വരെ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തി. പാൽ, പത്രവിതരണം തുടങ്ങിയ അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് യാത്രാ അനുമതി. പെട്രോൾ പമ്പുകളും ഗ്യാസ് സ്റ്റേഷനുകളും 24 മണിക്കൂറും പ്രവർത്തിക്കാം. ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കും. പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡ് നിരക്ക് ഉയർന്നതിൽ ഒമിക്രോൺ വ്യാപന സാധ്യത പരിശോധിച്ച ആരോഗ്യവകുപ്പ്. കോവിഡ് പ്രതിദിന കേസുകൾ വീണ്ടും 3000 കടന്ന സാഹചര്യത്തിൽ ഇനിയുള്ള ഒരാഴ്ച നിർണായകമെന്നാണ് വിലയിരുത്തൽ. ഡിസംബർ 22 ശേഷം ഇന്നലെയാണ് പ്രതിദിന കോവിഡ് കേസുകൾ 3000 കടന്നത്. ക്രിസ്മസ് ആഘോഷ ദിവസങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുമെന്ന് കരുതിയിരുന്നു. ആഘോഷ ദിവസങ്ങളിലെ സമ്പർക്കമാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം കേസുകൾ കുറഞ്ഞു തുടങ്ങും. എന്നാൽ ഒമിക്രോൺ വ്യാപനവും കോവിഡ് കേസുകൾ ഉയരാൻ കാരണമായോ എന്നതാണ് ആശങ്ക. ഒമിക്രോൺ പ്രാദേശിക വ്യാപനം നടന്നെങ്കിൽ വരും ദിവസങ്ങളിൽ കോവിഡ് കുത്തനെ ഉയർന്നേക്കാം. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഒമിക്രോൺ വ്യാപന സാഹചര്യത്തിൽ കല്യാണം, മരണാനന്തര ചടങ്ങുകൾ, മറ്റ് സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക പൊതുപരിപാടികൾ എന്നിവ അടച്ചിട്ട മുറികളിൽ 75, തുറസായ സ്ഥലങ്ങളിൽ 150 എന്നിങ്ങനെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഒമിക്രോൺ വ്യാപന സാഹചര്യത്തിൽ വീടുകളിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവർക്കുള്ള ചികിത്സാ പ്രോട്ടോകോൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് 4,801 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിടെ 71,098 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.75% വർദ്ധിച്ചു. 29 മരണങ്ങൾ കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 229 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 48,895. ഒമിക്രോൺ കണ്ടെത്താനും RT-PCR, ടാറ്റ ഡയഗ്നോസ്റ്റിക്സും ICMR-ഉം ചേർന്നാണ് ഒമിക്രോൺ കണ്ടെത്താനുള്ള RT-PCR കിറ്റ് വികസിപ്പിച്ചത്. 4 മണിക്കൂറിനുള്ളിൽ ഫലമറിയാം. കിറ്റിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകി. സിൽവർ ലൈൻ പദ്ധതിയെ ചൊല്ലി ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി. പദ്ധതിക്കെതിരെ ജനകീയ സദസ്സുകളും സർവേയുടെ ഭാഗമായി സ്ഥാപിച്ച കല്ലുകൾ പിഴുതുമാറ്റുമെന്ന പ്രഖ്യാപനവും അടക്കം വലിയ സമരങ്ങൾക്കാണ് UDF ഒരുങ്ങുന്നത്. പദ്ധതിക്കെതിരെ യുദ്ധസമാന സാഹചര്യങ്ങൾ ഒരുക്കുമെന്ന നിലപാടിനെതിരെ CPM രംഗത്ത് വന്നു. സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരും ഭരണപക്ഷവും നടത്തുന്ന നീക്കങ്ങളെ അതേ മാതൃകയിൽ തടയിട്ടുകൊണ്ടാണ് പദ്ധതിക്കെതിരെ UDF രംഗത്ത് വന്നത്. ഞങ്ങൾ 4 സ്ഥിരം സമര കേന്ദ്രങ്ങൾ കേരളത്തിൽ ആരംഭിക്കുകയാണ്. കൊല്ലം, കോട്ടയം,
കോഴിക്കോട്, കണ്ണൂർ. 100-ലധികം ജനകീയ സദസ്സുകൾ വിളിച്ച് പദ്ധതിക്കെതിരെ വിശദീകരണം നടത്തും. ഇതിനെ എതിർക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജനുവരി മാസത്തിൽ സിൽവർ ലൈൻ കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ 100 ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പൗരപ്രമുഖരെ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന നീക്കം ജനങ്ങളെ ബോധവൽക്കരിച്ചെടുക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രഖ്യാപനം. സർവേയുടെ ഭാഗമായി സർക്കാർ സ്ഥാപിച്ച കല്ലുകൾ UDF പ്രവർത്തകർ എത്തി പിഴുതുമാറ്റും എന്നാണ് മറ്റൊരു പ്രഖ്യാപനം. ഇതിനെതിരെ CPM ശക്തമായി രംഗത്ത് വന്നു. ഫണ്ട് നടത്തുന്നത് പോലെ ഒരു സർവേ കുറ്റി എടുത്തു മാറ്റിയാൽ പദ്ധതി ഇല്ലാതാക്കാൻ സാധിക്കും. യുദ്ധം ചെയ്യാനുള്ള കൽപ്പൊന്നും കേരളത്തിലെ കോൺഗ്രസിനില്ല. അതെല്ലാം പണ്ടേ നഷ്ടപ്പെട്ടു പോയി. ഇപ്പം വെറും വീരസ്യം പറയാൻ മാത്രമേ അവർക്ക് സാധിക്കൂ. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുന്ന ലഘുലേഖ UDF പുറത്തിറക്കി. UDFന്റെ ചോദ്യങ്ങളും പദ്ധതിയുടെ അശാസ്ത്രീയതയും വിശദീകരിക്കുന്ന ലഘുലേഖ എല്ലാ വീടുകളിലും എത്തിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതിയുടെ കല്ല് പിഴുതെറിയുമെന്ന KPCC അധ്യക്ഷൻ K. സുധാകരന്റെ പ്രതികരണത്തിനെതിരെ മുഖ്യമന്ത്രി രംഗത്ത് വന്നു. കല്ല് പിഴുതെറിയാമെന്നേ ഉള്ളൂ, പദ്ധതിയായി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരെതിർത്താലും സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. ആരെതിർത്താലും അത്തരം കാര്യങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും. ആ എതിർപ്പിന്റെ പ്രതീകമായി കല്ല് പിഴുതെറിയലാണ് ഇപ്പോഴത്തെ ഒരു സമരമാർഗം എന്ന് പറഞ്ഞാൽ അത് പിഴുതെറിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പദ്ധതിയായി നടക്കുമെന്നുള്ളത് കണ്ടോളൂ. അപ്പോൾ ചിലർ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെയൊരു പിടിവാശി? ഇത് പിടിവാശിയല്ല, നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. ഒരു ജനവിരുദ്ധമായ കാര്യവും സർക്കാർ ചെയ്യില്ല. എന്നാൽ ജനതാൽപര്യത്തിന് വേണ്ടിയുള്ള ഏത് നടപടിയും ഏതെങ്കിലും ചില നിക്ഷിപ്ത താൽപര്യക്കാർ എതിർക്കാൻ വന്നാൽ അത് ഉപേക്ഷിക്കില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. സിൽവർ ലൈനെതിരായ സമരം ആലോചിക്കാൻ ചേരുന്ന നിർണായക UDF യോഗത്തിലേക്ക് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ക്ഷണമില്ല. കക്ഷി നേതാക്കളുടെ യോഗമായതിനാലാണ് ഇരുവരെയും വിളിക്കാത്തതെന്നാണ് UDF നേതൃത്വത്തിന്റെ വിശദീകരണം. ലീഗിൽ നിന്നടക്കം 3 പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ നിന്ന് അവഗണിച്ചതിൽ ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും കടുത്ത അതൃപ്തിയുണ്ട്. സിൽവർ ലൈനെതിരായ 2ാം ഘട്ട സമരപരിപാടികളാണ് UDF യോഗം ആസൂത്രണം ചെയ്യുന്നത്. കക്ഷി നേതാക്കൾ മാത്രം പങ്കെടുക്കുന്ന യോഗമായതിനാലാണ് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും വിളിക്കാത്തതെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. മുന്നണി ചെയർമാൻ എന്ന നിലയിൽ VD സതീശനും കൺവീനർ എന്ന നിലയിൽ MM ഹസനും യോഗത്തിൽ പങ്കെടുത്തപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയായി K. സുധാകരൻ മാത്രം. എന്നാൽ മുസ്ലിം ലീഗിൽ നിന്നടക്കം 1-ലധികം പ്രതിനിധികൾ യോഗത്തിലെത്തി. മുൻകാലത്ത് കക്ഷി നേതാക്കളുടെ യോഗം ചേരുമ്പോൾ പ്രധാന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൽ നിന്നും കൂടുതൽ പേർ പങ്കെടുക്കാറുണ്ടെന്ന് ഗ്രൂപ്പുകൾ വാദിക്കുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന പ്രധാന സമരപരിപാടിയായിട്ടും അവഗണിച്ചതിൽ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ ഇരു നേതാക്കളെയും അവഗണിക്കുന്നതിന് പിന്നിൽ ബോധപൂർവ നീക്കമുണ്ട് എന്നാണ് ആരോപണം. KPCC നേതൃത്വവും ഗ്രൂപ്പുകളും തമ്മിലുണ്ടായിരുന്ന തർക്കം പരിഹരിച്ചതിന് തൊട്ടുപിന്നാലെയാണ് പുതിയ വിവാദമുണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് അനുകൂല പ്രസ്താവനയുടെ പേരിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വത്തിന് വിമർശനം. പ്രസ്താവന അനവസരത്തിലും അപക്വവുമാണെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. 23-ാം പാർട്ടി കോൺഗ്രസുമായി യോജിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ചയിലിരിക്കുമ്പോൾ ഇത്തരമൊരു പ്രതികരണത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഇടതുമുന്നണിയെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിക്കാതെയുള്ള പ്രതികരണമായിരുന്നു ബിനോയുടേത്. കോൺഗ്രസ് വേദിയിൽ പോയി അത് പറയേണ്ടിയിരുന്നില്ല എന്നും അഭിപ്രായമുണ്ടായി. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ബിനോയ് വിശ്വവും വിമർശനങ്ങളോട് പ്രതികരിച്ചില്ല. കേരളയിൽ ധൃതി പിടിച്ചൊരു നടപടികൾ വേണ്ടെന്ന വിമർശനവും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു. ജനങ്ങളെ സർക്കാരിന് എതിരാക്കരുതെന്നും കല്ലിടിയിലുമായി മുന്നോട്ട് പോകുന്നത് പ്രകോപനപരമാണെന്നും വിമർശനമുണ്ടായി. കോൺഗ്രസ് BJPക്ക് ബദലാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയുടെ നയം തന്നെയാണ് കോൺഗ്രസിനും. പ്രാദേശിക കക്ഷികൾ മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനേക്കാൾ കരുത്തരാണ്. ഇന്ത്യ ഹിന്ദു ഭരിക്കണം എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന മതനിരപേക്ഷതയായി കരുതണമെങ്കിൽ അസാമാന്യ തൊലിക്കെട്ടി വേണമെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ സമാപനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. CPMൽ സമ്മേളനകാലം. MM മണി അപമാനിച്ചുവെന്ന് പാർട്ടി നേതൃത്വത്തിന് S. രാജേന്ദ്രന്റെ കത്ത്. ജില്ലാ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അപമാനം ഭയന്നാണെന്നും സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ സെക്രട്ടറിക്കും നൽകിയ കത്തിലുണ്ട്. രാജേന്ദ്രൻ ചരട് പൊട്ടിയ പട്ടം പോലെയാണെന്നായിരുന്നു പുതിയ ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പ്രതികരണം. അതേസമയം സമ്മേളനത്തിൽ മന്ത്രി റിയാസിനെതിരെ വിമർശനമുയർന്നു.
പാർട്ടിയിൽ നിന്ന് തന്നെ അപമാനിച്ചു പുറത്താക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് രാജേന്ദ്രൻ നേതൃത്വത്തിന് നൽകിയ കത്തിന്റെ ഉള്ളടക്കം. എം മണി, കെ വി ശശി, എം വി ശശികുമാർ, കെ വിജയൻ എന്നിവരെയാണ് രാജേന്ദ്രൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അച്ഛനെയും അമ്മയും കുടുംബത്തെയും നോക്കി വീട്ടിലിരുന്നോളണം എന്ന് പറഞ്ഞ് എം മണി പരസ്യമായി അപമാനിച്ചു. ജില്ലാ സെക്രട്ടറിയായ കെ ജയചന്ദ്രൻ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. ഭീഷണി സ്വരത്തിൽ മണി സംസാരിച്ചു. പരസ്യമായി അപമാനിക്കപ്പെടുവന്നതിനാലാണ് സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. കെ വി ശശി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തു നിന്നും മാറ്റി നിർത്തി. ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ട ശേഷമാണ് തന്നെ പ്രചാരണങ്ങളിൽ പങ്കെടുപ്പിച്ചത്. ജാതീയമായ പരിഗണനകൾക്കപ്പുറം സാധാരണ പാർട്ടി പ്രവർത്തകനായി തുടരാൻ അനുവദിക്കണമെന്നും കത്തിൽ രാജേന്ദ്രൻ ആവശ്യപ്പെടുന്നു. രാജേന്ദ്രന്റെ പരാതിയും ജില്ലാ ഘടകത്തിന്റെ ശുപാർശയിൽ ലഭിച്ചതായി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്ഥിരീകരിച്ചിരുന്നു. സമ്മേളന ശേഷം സംസ്ഥാന സെക്രട്ടറിയുടെ ചേർന്ന് വിഷയത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുമെന്നും കോടിയേരി അറിയിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുനിന്ന് ഒരാൾ അതിൻ്റെ രാഷ്ട്രീയ സംഘടനാ തത്വങ്ങൾ ലംഘിക്കപ്പെട്ട് തുടങ്ങിയാൽ അത് ചരട് പൊട്ടിയ പട്ടം പോലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കും. ആ നിലപാടനുസരിച്ച് മുന്നോട്ട്. അതിപ്പോൾ മുൻകൂട്ടി നമുക്ക് ഇന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് മുൻകൂട്ടി പറയാൻ അവകാശമില്ല. അതേസമയം ആഭ്യന്തര വകുപ്പിനെതിരെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നുവന്ന മാധ്യമ വാർത്തകൾ കോടിയേരി ബാലകൃഷ്ണൻ നിഷേധിച്ചു. കേരളത്തിലേത് മികച്ച പോലീസാണെന്നും പിഴവുകളിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരായ കർശനമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഇപ്പം തന്നെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെല്ലാം സസ്പെൻഷന് വിധേയമാക്കിയില്ലേ? ആരെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടോ? പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ സമ്മേളനത്തിൽ വ്യാപകമായി വിമർശനമുയർന്നു. റിയാസ് മലബാർ മന്ത്രി എന്നായിരുന്നു പ്രധാന ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഞ്ചാബ് സന്ദർശനത്തിനിടെ വൻ സുരക്ഷാ വീഴ്ച. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം 15 മിനിറ്റോളം മേൽപ്പാലത്തിൽ കുടുങ്ങി. പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന ഫിറോസ്പൂരിലെ സമ്മേളന പരിപാടി റദ്ദ് ചെയ്തു. യാത്ര ഒഴിവാക്കി അദ്ദേഹം മടങ്ങി. ഹുസൈനി വാലിയിലെ ദേശീയ സ്മാരകത്തിൽ പുഷ്പചക്രങ്ങൾ അർപ്പിക്കാൻ പോകുന്നതിനിടെ പ്രതിഷേധക്കാർ റോഡ് തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മേൽപ്പാലത്തിൽ കുടുങ്ങി. ഹുസൈനി വാലിയിലേക്ക് ഹെലികോപ്റ്ററിലായിരുന്നു യാത്ര നിശ്ചയിച്ചിരുന്നത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് യാത്ര റോഡ് മാർഗമാക്കുകയായിരുന്നു. പഞ്ചാബ് പോലീസുമായി സംസാരിച്ച് പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു യാത്ര ആരംഭിച്ചത്. അതിനിടെയാണ് പ്രതിഷേധക്കാർ മണിക്കൂറുകളോളം റോഡ് തടഞ്ഞത്. ഇതേ തുടർന്ന് NSG സംഘത്തിന്റെ സുരക്ഷയിൽ പ്രധാനമന്ത്രി ബത്തിൻഡ വിമാനത്താവളത്തിലേക്ക് മടങ്ങി. മതിയായ സുരക്ഷ സംസ്ഥാന സർക്കാർ ഒരുക്കിയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിമർശിച്ചു. സുരക്ഷാ പിഴവിൽ സംസ്ഥാനത്തോട് വിശദീകരണം തേടിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രധാനമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചു. ജീവനോടെ തിരിച്ചെത്തിയതിന് മുഖ്യമന്ത്രിയോട് നന്ദി പറയണമെന്നായിരുന്നു വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതേസമയം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ യാത്രാക്രമത്തിൽ അവസാന നിമിഷം മാറ്റം വരുത്തിയെന്നാണ് വിശദീകരണം. ന്യൂസ് 18 ഡൽഹി. വാർത്തയിൽ തുടരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ ചോദ്യം ചെയ്തേക്കും. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം. അതേസമയം വിചാരണയ്ക്ക് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിൽ ഫെബ്രുവരിയിൽ വിചാരണ കോടതി വിധി പറയാനിരിക്കുകയാണ് ഇത്. നടിയെ ആക്രമിച്ച കേസിൽ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ തിരക്കിട്ട നീക്കം. നടൻ ദിലീപിനെയും പൾസർ സുനിയെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പൾസർ സുനിയെ ഉടൻ ചോദ്യം ചെയ്തേക്കും. നടിയെ ആക്രമിച്ചതിൽ ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്നും ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ടെന്നും സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി സീൽ ചെയ്ത കവറിൽ വിചാരണ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മൊഴിമാറ്റം ഒഴിവാക്കുന്നതിന് രഹസ്യമൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനായി കൊച്ചി CJM കോടതിയിൽ അപേക്ഷ നൽകി. ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ തുടരന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിക്കും. നിലവിലെ അന്വേഷണ സംഘത്തലവൻ ബൈജു പൗലോസിന് തന്നെയാകും മേൽനോട്ട ചുമതല. അതേസമയം കേസിൽ വിചാരണയ്ക്ക് കൂടുതൽ സമയം തേടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. 6 മാസത്തെ സമയം കൂടി അനുവദിക്കണമെന്നാണ് ആവശ്യം. ഫെബ്രുവരി 16-ന് വിചാരണ അവസാനിപ്പിച്ച് വിധി പറയണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. വിചാരണ കോടതി കേസിൽ വിധി പറയാനിരിക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിന് ബലക്ഷയമില്ലെന്ന് റിപ്പോർട്ട്. കെട്ടിടങ്ങളുടെ ശാസ്ത്രീയ ബലപരിശോധന നടത്തിയ വിദഗ്ധ സമിതി വിജിലൻസ് അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കൈമാറി. UAE ആസ്ഥാനമായ റെഡ് ക്രസന്റിന്റെ സാമ്പത്തിക സഹായത്തോടെയുള്ള പദ്ധതിയിലെ കമ്മീഷൻ ആരോപണവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ഒന്നാം പിണറായി സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. UAE സ്വർണ്ണക്കടത്ത് വിവാദത്തിന് പിന്നാലെയായിരുന്നു വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതി ആരോപണവും. റെഡ് ക്രസന്റ് നൽകിയ 18.5 കോടി രൂപയിലെ 14.5 കോടി ഉപയോഗിച്ചായിരുന്നു 140 ഫ്ളാറ്റുകളുടെ നിർമ്മാണം. 4.48 കോടി രൂപ സ്വപ്ന സുരേഷ് അടക്കമുള്ളവർക്ക് കൈക്കൂലിയായി നൽകിയെന്ന
കരാറുകാരനായ യൂണിടാക് MD സന്തോഷ് ഈപ്പന്റെ വെളിപ്പെടുത്തൽ വിവാദമായി. വലിയ പ്രതിരോധത്തിലായ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷവും BJPയും സർക്കാരിനെതിരെ രംഗത്തു വന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചു. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് മിഷൻ തന്നെ സംശയനിഴലിലായി. അന്വേഷണത്തിന്റെ ഭാഗമായി കേന്ദ്ര ഏജൻസികൾ ഫയലുകൾ പിടിച്ചെടുത്തതോടെ ലൈഫ് മിഷൻ പദ്ധതി തന്നെ തടസ്സപ്പെട്ടു. പാവങ്ങളുടെ കിടപ്പാടമില്ലാതാക്കാൻ UDFും BJPയും ശ്രമിക്കുന്നെന്ന രാഷ്ട്രീയ ആരോപണം ഉയർത്തിയായിരുന്നു സർക്കാരിന്റെ മറുപടി. 2020 സെപ്റ്റംബറിൽ വിജിലൻസ് പൂജപ്പുര സ്പെഷ്യൽ യൂണിറ്റ് 1 അന്വേഷണം ആരംഭിച്ചു. ലൈഫ് മിഷനും റെഡ് ക്രസന്റുമായുള്ള നിർമ്മാണ കരാർ, സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ഇടപെടൽ തുടങ്ങിയവ സംബന്ധിച്ചായിരുന്നു അന്വേഷണം. ഇതിന്റെ ഭാഗമായായിരുന്നു ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ ബലപരിശോധന. ഹാമർ ടെസ്റ്റ്, കോർ ടെസ്റ്റ് തുടങ്ങിയ ശാസ്ത്രീയ പരിശോധനാ രീതികളാണ് വിദഗ്ധ സമിതി അവലംബിച്ചത്. രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു വ്യാജ ആരോപണം ഉന്നയിച്ചത് എന്ന് തെളിയുകയാണ്. അന്ന് വടക്കാഞ്ചേരി MLA മുന്നിൽ നടത്തിയ ഈ രാഷ്ട്രീയ കളി എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അവർ ജനങ്ങളോട് വിശദീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ബലക്ഷയമില്ലെന്ന പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതിനാൽ റിപ്പോർട്ടിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം കേസിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അഭിമാന പദ്ധതിയായ ലൈഫിനെ ചൊല്ലിക്കേട്ട പഴി കുറച്ചൊന്നുമല്ല സർക്കാരിനെയും ഇടതുമുന്നണിയെയും വിഷമിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാരിനും CPMനും വലിയ ആശ്വാസം നൽകുന്നതാണ്. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ലൈഫ് പദ്ധതിയിലെ അപേക്ഷകൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുക്കുന്നതിനെ ചൊല്ലി മന്ത്രിസഭായോഗത്തിൽ തർക്കം. പ്രശ്നപരിഹാരത്തിന് ചീഫ് സെക്രട്ടറി മുന്നോട്ട് വെച്ച നിർദ്ദേശം തദ്ദേശമന്ത്രി MV ഗോവിന്ദൻ എതിർത്തു. പ്രധാന പദ്ധതികളുടെ ഭാഗമായ ഉദ്യോഗസ്ഥരെ ലൈഫ് പദ്ധതിയുടെ ജോലികൾക്ക് നിയോഗിക്കാൻ അതത് വകുപ്പ് സെക്രട്ടറിമാരുടെ അനുമതി വേണമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശമാണ് എതിർപ്പിന് ഇടയാക്കിയത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ സമരത്തിന്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഏകീകരണം അനുവദിക്കാനാകില്ലെന്നാണ് സംഘടനകളുടെ നിലപാട്. 13 സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ചർച്ചകൾ ബഹിഷ്കരിച്ചു. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത 13 സംഘടനകൾ ഈ മീറ്റിംഗ് ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തിറങ്ങി വന്നിരിക്കുകയാണ്. ഖാദർ കമ്മിറ്റി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏകീകരണ പ്രക്രിയ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കണ്ണൂർ സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളുടെ നിയമനം ചട്ടവിരുദ്ധമെന്ന് ഹൈക്കോടതി. ഓഗസ്റ്റ് 11 രജിസ്ട്രാർ ഇൻ ചാർജ് ഇറക്കിയ ഉത്തരവ് ചട്ടവിരുദ്ധമെന്ന് ഡിവിഷൻ ബെഞ്ചിന് നിരീക്ഷണം. ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്ക് ആണെന്ന് നേരത്തെ ഗവർണർ അറിയിച്ചിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ സർവകലാശാല നിയമനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടം തുടരുകയാണ്. ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഈ തീരുമാനം. എന്താണ് വിശദാംശങ്ങൾ? ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക രേഖകൾ പരിശോധിച്ചും ഗവർണറുടെ വിശദീകരണം കേട്ട ശേഷവുമാണ് ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളെ നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഓഗസ്റ്റ് 11 രജിസ്ട്രാർ ഇൻചാർജ് ഇറക്കിയ ഉത്തരവ് ചട്ടവിരുദ്ധമെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ നിലപാട് ശരി എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള അധികാരം ചാൻസലർക്കാണെന്ന് നേരത്തെ ഹൈക്കോടതിയിൽ ഗവർണർ അറിയിച്ചിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ നിരീക്ഷണം പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ നിയമനം ചോദ്യം ചെയ്തുള്ള അപ്പീലിൽ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവാണ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾക്ക് പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് അയക്കുന്നതിനും കോടതി ഉത്തരവിൽ പറയുന്നു. ജനുവരി 17 ആ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. രഞ്ജിത്ത്. ശരി. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്തയിലേക്ക് പോയാൽ വയനാട് DCC അധ്യക്ഷനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതിയുമായി യുവതി. ഗോത്രവിഭാഗത്തിൽപ്പെട്ട തന്നെ ND അപ്പച്ചൻ അപമാനിച്ചുവെന്നാണ് പരാതി. കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ലെന്നും അതിനാലാണ് നിയമപരമായി പരാതി നൽകിയതെന്നും യുവതി പറഞ്ഞു. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് ഗുണ്ടാവിളയാട്ടം, കൊലപാതകം, വധശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഷാനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീടുകളിൽ കയറി അതിക്രമം കാട്ടിയത്. സ്വർണവും പണവും ആവശ്യപ്പെട്ട് കുട്ടികളുടെയും സ്ത്രീകളുടെയും കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. വീട്ടുകാർ നൽകിയ പരാതിയിൽ മംഗലപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാവേലി എക്സ്പ്രസിൽ റെയിൽവേ പോലീസിന്റെ മർദ്ദനത്തിനിരയായ കൂത്തുപറമ്പ് നിർമ്മലഗിരി സ്വദേശി ഷമീറിനെ കണ്ണൂരിലെത്തിച്ചു. തീവണ്ടിയിൽ കയറിയ സമയത്ത് മദ്യപിച്ചിരുന്നുവെന്ന് ഇയാൾ മൊഴി നൽകി. പോലീസ് മർദ്ദിച്ച കാര്യം ഓർമ്മയില്ല. ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്തതെന്നും ഷമീർ പറഞ്ഞു.
കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഷമീറിന്റെ മൊഴി SI P നല്ലാക്ഷന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തി. കോഴിക്കോട് ലിങ്ക് റോഡിൽ വെച്ച് ഇന്ന് പുലർച്ചെയാണ് ഷമീറിനെ കണ്ടെത്തിയത്. മാവേലി എക്സ്പ്രസിൽ സ്ത്രീകളെ ശല്യം ചെയ്തുവെന്നാണ് പോലീസ് വിശദീകരണമെങ്കിലും സംഭവത്തിൽ ആരും പരാതിപ്പെട്ടിട്ടില്ല. കൊച്ചി വൈറ്റിലയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. അരൂർ സ്വദേശി മാർട്ടിനാണ് കാർ ഓടിച്ചിരുന്നത്. വാഹനത്തിന്റെ മുൻഭാഗത്ത് തീ കണ്ട ഉടൻ മാർട്ടിൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി. തീപിടുത്തത്തിന്റെ കാരണം പരിശോധിക്കുകയാണ്. തീപിടുത്തത്തെ തുടർന്ന് വൈറ്റിലയിൽ അല്പസമയം ഗതാഗതം മുടങ്ങി. കുറ്റിക്കാട്ടൂർ യതീംഖാന ലീഗ് നേതാവിന്റെ ബന്ധുവിന് വിൽപ്പന നടത്തിയത് റദ്ദാക്കി. യതീംഖാനയും അനുബന്ധ സ്ഥാപനങ്ങളും ജമാഅത്ത് കമ്മിറ്റിക്ക് കൈമാറും. കൊച്ചിയിൽ ചേർന്ന വഖഫ് ബോർഡ് യോഗത്തിലാണ് തീരുമാനം. നേരത്തെ പള്ളി മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ വാങ്ങിയ പ്രോപ്പർട്ടി പള്ളി കമ്മിറ്റി നേരത്തെ ഒരു യതീംഖാന കമ്മിറ്റിയുടെ പേരിൽ മാറ്റി കൊടുത്തതാണ്. അത് ട്രിബ്യൂണൽ റദ്ദാക്കി. ആ കൈമാറ്റം ട്രിബ്യൂണൽ ഓർഡർ അംഗീകരിച്ചുകൊണ്ട് യതീംഖാന കമ്മിറ്റിയിലേക്ക് പേരിൽ ഇവിടെ ഉണ്ടായിരുന്ന രജിസ്ട്രേഷൻ ക്യാൻസൽ ആക്കാനും അതുപോലെ ആ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് പള്ളിയുടെ പേരിൽ തന്നെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനും വേണ്ടി തീരുമാനിച്ചു. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലുമായുള്ള വഴിവിട്ട ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട IG ലക്ഷ്മണിനെ സർവീസിൽ തിരിച്ചെടുക്കാൻ സർക്കാർ നടപടി തുടങ്ങി. ലക്ഷ്മണിന്റെ സസ്പെൻഷൻ പുനഃപരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയെ ചുമതലപ്പെടുത്തി. ജോൺസൺ മാവുങ്കലുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയെങ്കിലും ലക്ഷ്മണിനെ പ്രതി ചേർക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല. മതിയായ തെളിവില്ലെന്ന് കാണിച്ചാണ് സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നീക്കം. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. നാടിന്റെ വികസനത്തിനെതിരായ സമരമാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ് പിന്നീട് തിരിച്ചറിയുമെന്ന് കാനം രാജേന്ദ്രൻ. കേരളത്തിന്റെ പൊതുവായ താൽപര്യത്തിന് വിരുദ്ധമായ നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കരുതെന്നും കാനം പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ തിടുക്കം എന്തിനെന്ന് KC വേണുഗോപാൽ. പരിസ്ഥിതി സംരക്ഷിക്കേണ്ട മുഖ്യമന്ത്രി കോർപ്പറേറ്റ് പദ്ധതി കൊണ്ടുവരുന്നത് സംശയാസ്പദം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്ന് K. സുരേന്ദ്രൻ. ചെറുസമര സമിതികളെ ഏകോപിപ്പിക്കും. കേരളത്തെ കടക്കണിയിലാക്കാൻ സമ്മതിക്കില്ലെന്നും സുരേന്ദ്രൻ. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ E. ശ്രീധരൻ. പദ്ധതി ചിലവ് കുറച്ചുകാട്ടിയും വിശദാംശങ്ങൾ മറച്ചുവെച്ചും മുഖ്യമന്ത്രി ജനങ്ങളെ മണ്ടന്മാരാക്കുന്നു. വലിയ പദ്ധതികളുടെ വിശദരേഖ പുറത്തുവിടാറില്ലെന്ന വാദം തെറ്റെന്നും ശ്രീധരൻ. എല്ലാ തെറ്റുകൾക്കും കുടപിടിച്ച ശേഷം ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് ഗവർണർ പറയുന്നതിൽ എന്തർത്ഥമാണെന്ന് KC വേണുഗോപാൽ. സ്വന്തം പദവി വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ഗവർണറെന്നും കുറ്റപ്പെടുത്തൽ. CV വർഗീസ് CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് KK ജയചന്ദ്രൻ മാറി നിന്നോടെയാണ് വർഗീസിനെ കുമളിയിൽ ചേർന്ന CPM ജില്ലാ സമ്മേളനം തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരം പേട്ടയിൽ 19-കാരനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി മൊഴി തിരുത്തിയെന്ന് പോലീസ്. അനീഷ് വീട്ടിലെത്തുമെന്ന് അറിയാമായിരുന്നുവെന്നും കൊല നടത്താൻ തയ്യാറായിരിക്കുകയായിരുന്നുവെന്നും സൈമൺ ലാൽ മൊഴി നൽകി. തന്റെ വീട്ടിലും ഓഫീസിലും ED പരിശോധന നടത്തിയെന്ന് സംബന്ധിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ. മേപ്പടിയാൻ സിനിമയുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കാണ് ED എത്തിയത്. സിനിമയുടെ സാമ്പത്തിക സ്രോതസ്സുകളെപ്പറ്റി അന്വേഷിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറയിലെ 6 കുടുംബങ്ങളെ കൂടി പുനരധിപ്പിക്കാൻ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 36 ലക്ഷം അനുവദിച്ചു. വാസയോഗ്യമായ ഭൂമി വാങ്ങി വീട് വെക്കുന്നതിനായി ഓരോ കുടുംബത്തിനും 6 ലക്ഷം വീതം അനുവദിക്കും. കാർഷിക പ്രശ്നങ്ങളിൽ കർഷക നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. മാർച്ച് 15-ന് നടക്കുന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 3 നേതാക്കൾക്ക് പഞ്ചാബ് സർക്കാരാണ് കത്ത് നൽകിയത്. ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ 3 ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. 3 പേരും ജെയ്ഷ് ഇ മുഹമ്മദ് ഭീകരർ. ഇതിലൊരാൾ പാകിസ്ഥാൻ സ്വദേശി. ഇവരിൽ നിന്ന് ആയുധങ്ങളും വെടിയുണ്ടകളും പിടിച്ചെടുത്തു.